സിമ്പിൾ ഹാർമോണിക് മോഷനിൽ രണ്ട് കേസുകളിലായി വരുന്ന എക്സാമ്പിൾസ് നമുക്കൊന്ന് നോക്കാം. ഒരു മാസ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്പ്രിംഗിന്റെ ഓസിലേഷൻ കാണുന്നതിനുള്ള ടൈം പീരീഡിന്റെ ഇക്വേഷൻ ആകുന്നു T is equal to 2π√m/k. ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ഓസിലേഷനിൽ വരുന്ന ടൈം പീരീഡിന്റെ ഇക്വേഷൻ ആകുന്നു T is equal to 2π × √L/g. സിമ്പിൾ ഹാർമോണിക് മോഷനിലെ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും, ദാറ്റ് ഈസ് ½kA². അതുപോലെ സെക്കൻഡ് പെൻഡുലം എന്താണെന്ന് പറയാം. ടൈം പീരീഡ് 2 സെക്കൻഡും ലെങ്ത് 1 മീറ്ററുമായിട്ട് വരുന്ന പെൻഡുലത്തെയാണ് സെക്കൻഡ് പെൻഡുലം എന്ന് പറയുന്നത്. നമുക്കിനി മോഷൻ എന്ന യൂണിറ്റിൽ വരുന്ന ഒരു ടേം നോക്കാം, ദാറ്റ് ഈസ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അത് പറയുന്നതിന് മുമ്പായിട്ട് ആദ്യം നമുക്ക് റെക്ടാങ്കുലാർ കോർഡിനേറ്റ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന XY/Z ആക്സിസ് രേഖപ്പെടുത്തിയിട്ടുള്ള സിസ്റ്റത്തെയാണ് റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലോക്കുകൾ ഉൾപ്പെട്ട റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തെ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നു. നേർരേഖാ ചലനത്തെ റെക്ടിലീനിയർ മോഷൻ, സ്ട്രൈറ്റ് ലൈൻ മോഷൻ, ട്രാൻസ്ലേഷണൽ മോഷൻ, ലീനിയർ മോഷൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് നമ്മൾ ഡ്രോൺ ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് സ്ലോപ്പോട് കൂടിയ നേർരേഖ ഗ്രാഫ് ആയിരിക്കും ലഭിക്കുക. അതിന്റെ സ്ലോപ്പ്, അതായത് അതിന്റെ ടാൻ തീറ്റ കണ്ടാൽ നമുക്ക് വെലോസിറ്റി ലഭിക്കുന്നു.